മോളെ ലച്ചു, എഴുന്നേൽക്കുന്നില്ലേ നീ? സമയം എത്രയെന്നറിയുമോ നിനക്ക്? നാളെ മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ട പെണ്ണാണ്. 10 മണിയായിട്ടും എഴുന്നേൽക്കാതെ പോത്തുപോലെ കിടന്നുറങ്ങുന്നത്. എഴുന്നേൽക്ക്, അല്ലെ ചട്ടുകം കൊണ്ട് നല്ല അടി കിട്ടും നിനക്ക്. ഓ എൻ്റെ അമ്മേ, ഒരു ലീവുള്ള ദിവസം ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. കഷ്ടമുണ്ട് അമ്മേ. അമ്മേനോട് ഈശ്വരൻ പോലും പൊറുക്കില്ല. ലച്ചു കണ്ണുകൾ തിരുമ്പി പരാതിയും പറഞ്ഞ് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. എഴുന്നേറ്റ് ഫ്രഷായി വന്നോ നീ? ദൈവത്തിനോടുള്ളത് ഞാൻ പറഞ്ഞോളാം. അത് കേട്ടതും ലച്ചു ദേഷ്യത്തോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോയി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് അമ്മ താഴേക്ക് പോയി. ഇവളാണ് ലച്ചു എന്നെല്ലാവരും വിളിക്കുന്ന ലക്ഷ്മിപ്രിയ, ശിവദാസിൻ്റെയും കമലയുടെയും രണ്ടാമത്തെ പുത്രി. മൂത്തത് അവളുടെ ഏട്ടൻ അമൽ, എല്ലാവരുടെയും അല്ലു. അല്ലു ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ബിസിനസ്സിലാണ്. അമ്മേ, എന്താ ബ്രേക്ക്ഫാസ്റ്റ്? അതും ചോദിച്ചുകൊണ്ട് ലച്ചു താഴേക്ക് വന്നു. ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റോ? നീ ചോറ് കഴിച്ചോ? അമ്മേ, നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണോ എന്നെ ഇങ്ങനെ ട്രോളാൻ? അല്ലടി, നിൻ്റെ അമ്മയല്ല. അത് ശരിയാ. എനിക്കൊരു സംശയമുണ്ട്, അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ഡി, വായിൽ നാവുണ്ടെന്ന് കരുതി എന്തു പറഞ്ഞാലുണ്ടല്ലോ അടിമേടിക്കും ലച്ചു. നീ പോത്തുപോലെ വളർന്നു എന്നൊന്നും ഞാൻ നോക്കില്ല. ഓ, ഈ ഒരമ്മ എന്തു പറഞ്ഞാലും ഒരു പോത്തിനെയുമായിട്ടാണ് എന്നെ ഉപമിക്കുക. അമ്മയ്ക്കും ബുദ്ധിയുണ്ടെൻ്റെ ലച്ചൂട്ടിയെ. അതും പറഞ്ഞ് അല്ലു അങ്ങോട്ടേക്ക് വന്നു. ഏട്ടാ, ഇനി ഏട്ടൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും ആയി. ഞാൻ മിണ്ടൂല നിങ്ങളോട് 2 പേരോടും. ഓ, സമാധാനമായി, നീ ഇനി മിണ്ടില്ലല്ലോ. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. അത് കേട്ടതും ലച്ചു വാ പൊളിച്ചു നിന്നു. അത് കണ്ട് അല്ലു പൊട്ടിച്ചിരിച്ചു. അല്ലുവിൻ്റെ ചിരി കണ്ട് ലച്ചുവിന് ദേഷ്യം സഹിക്കാനാവാതെ അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന ജഗ്ഗെടുത്ത് അതിലെ വെള്ളം അവൻ്റെ തലവഴി ഒഴിച്ചു. ചിരിക്കടോ ഏട്ടൻ തെണ്ടി, താൻ എന്താ കരുതിയേ? അതും പറഞ്ഞവൾ പുറത്തേക്ക് നടന്നു. അമ്മയോടും കൂടെയുള്ള ദേഷ്യം പാവം അല്ലുവിൻ്റെ തലവഴിയാണ് തീർത്തത്. ലച്ചു പുറത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവൾ ആരുടെയോ നെഞ്ചിൽ തട്ടി നിന്നു. അമ്മേ, അവൾ അറിയാതെ വിളിച്ചുപോയി. അവൾക്ക് പരിചയമുള്ള പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവൾ പെട്ടെന്ന് തലയുയർത്തി നോക്കിയതും കണ്ടു അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന രുദ്രനെ. അത് കണ്ടതും അവളൊന്ന് പേടിച്ചുവെങ്കിലും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറിയില്ല. അവനെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുവാണ്. വായിൽ നോക്കി നിൽക്കാതെ മാറി നിൽക്കടി പുല്ലേ. കലിപ്പോടെയുള്ള രുദ്രന്റെ വാക്കുകളാണ് അവളെ അവനിൽ നിന്നും മാറി നിൽക്കാൻ ബോധമുണ്ടായത്. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നോക്കി പേടിപ്പിക്കല്ലേ ഉണ്ടക്കണ്ണി. അതും പറഞ്ഞവൻ അവളെ മറികടന്നു പോയി. അല്ലു, ഡാ, നമുക്ക് പോവണ്ടേ? അതും പറഞ്ഞാണ് രുദ്രൻ അല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്നത്. ആ, പോവാടാ, ഞാനൊന്ന് ഡ്രസ്സ് മാറി വരാം. അതും പറഞ്ഞ് അല്ലു റൂമിലേക്ക് പോയി. കണ്ണേട്ടാ, എങ്ങോട്ടേക്കാ നിങ്ങൾ പോകുന്നത്? ലച്ചു രുദ്രനോടായി ചോദിച്ചു. അതോ, അത് നിനക്കൊരു ചെക്കനെ തിരഞ്ഞ്. എനിക്ക് നിങ്ങളാരും ചെക്കനെ തിരയണ്ട. എനിക്കുള്ള ചെക്കനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആണോ? ആരാണ് ഹതഭാഗ്യൻ? കളിയാക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു. ദേ കണ്ണേട്ടാ, എൻ്റെ ചെക്കനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്തു ചെയ്യുമടി? അതും പറഞ്ഞ് രുദ്രൻ ലച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നു. എന്ത് ചെയ്യുമെന്ന് ഒന്ന് വന്നു നോക്ക്. ലച്ചു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഞാൻ ചേരില്ല എന്ന്. നീ നല്ലൊരു കുട്ടിയാണ്, പിന്നെ എൻ്റെ ചങ്കിൻ്റെ പെങ്ങളും. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ളത് നീ മറക്കണം. ഞാൻ നിന്നോട് ഒരിക്കലും വേണ്ടാത്ത രീതിയിൽ പെരുമാറിയിട്ടില്ല. പിന്നെ എൻ്റെ പ്രണയം എന്നും എൻ്റെ ആമിയായിരിക്കും. എൻ്റെ മരണം വരെ അവളെ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ആരാണ് കണ്ണേട്ടാ ആമി? അത് ഞാൻ പറയില്ല. അത് എൻ്റെ ഹൃദയത്തിൽ മാത്രം നിൽക്കട്ടെ. കുറച്ച് ദേഷ്യത്തിലും സങ്കടത്തിലും രുദ്രൻ ലച്ചുവിനോടായി പറഞ്ഞു. എൻ്റെ കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനെ സ്നേഹിക്കാൻ ആരുടെയും സമ്മതം വേണ്ട. ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കണ്ണേട്ടനോടുള്ള ഈ പ്രണയം. അതുകൊണ്ട് ആരും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. എൻ്റെ മരണം വരെ ഞാൻ കണ്ണേട്ടനെ പ്രണയിക്കും. എൻ്റെ ഹൃദയത്തിൽ എന്നും കണ്ണേട്ടന് മാത്രമേ സ്ഥാനമുള്ളൂ. രുദ്രൻ്റെ കണ്ണിലേക്ക് നോക്കി ലച്ചു പറഞ്ഞു. ലച്ചു, ഞാൻ ഡാ രുദ്ര, പോവാം. രുദ്രൻ ലച്ചുവിനോട് എന്തോ പറയാൻ നിൽക്കുമ്പോഴാണ് ഡ്രസ്സ് മാറ്റി അങ്ങോട്ടേക്ക് അല്ലു വന്നത്. പോവാം. രുദ്രൻ അതിന് മറുപടിയായി ഒന്ന് മൂളി. എങ്ങോട്ടേക്കാ മക്കളെ നിങ്ങൾ പോകുന്നത്? അപ്പോഴാണ് കമല അങ്ങോട്ടേക്ക് വന്ന് രുദ്രനോടായി ചോദിച്ചത്. അത് അമ്മേ, ബിസിനസ് ആവശ്യത്തിനായി ഒരാളെ കാണാനുണ്ട്. കമലയോടായി രുദ്രൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പോവാം മക്കളെ. വേണ്ട അമ്മേ, ഞാൻ കഴിച്ചു. ഞങ്ങൾ പോയി വരാം അമ്മേ. അതും പറഞ്ഞ് 2 പേരും പുറത്തേക്ക് പോയി. കാറിലേക്ക് കയറുന്നതിന് ഇടയ്ക്ക് രുദ്രൻ ലച്ചുവിനെ ഒന്ന് നോക്കാനും മറന്നില്ല. ആ സമയം ലച്ചുവും അവനെ തന്നെ നോക്കി വാതിലരികെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണെ രുദ്രന്റെ ഹൃദയം ഒരു നിമിഷം ഒന്ന് പിടഞ്ഞു. അവൻ പിന്നെ വണ്ടിയിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. ലച്ചു അവർ പോകുന്നതും നോക്കി നിന്നു. ലച്ചു പെട്ടെന്നാണ് അവളുടെ ഭൂതകാലത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ലച്ചു, നീ എന്താ ആലോചിച്ച് നിൽക്കുവാ ഇവിടെ?
ബാൽക്കണിയിൽ നിന്ന് ആലോചിച്ച് നിൽക്കുന്ന ലച്ചുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അരുണിമയെന്ന് അനു ചോദിച്ചു. ഒന്നുമില്ല അനു, ഞാൻ പഴയതൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി. ലച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ് പെണ്ണെ നിനക്കൊരു മുഖവുര? ഹേയ്, ഒന്നുമില്ല ലച്ചു. നിനക്ക് നിന്റെ നാട്ടിലേക്ക് പോയിക്കൂടെടാ? എന്തിനാ വീട്ടുകാരെയും എല്ലാവരെയും ഒഴിവാക്കി ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഈ ബാംഗ്ലൂർ നഗരത്തിൽ നീയും ഞാനും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞാൻ നിന്റെ പാസ്റ്റ് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ചോദിക്കുക. നീ ഇടയ്ക്ക് പറയുന്ന നിന്റെ വീട്ടുകാരെയും പിന്നെ നിന്റെ മാത്രം സ്പെഷ്യൽ എന്ന് പറയുന്ന കണ്ണേട്ടൻ, ഈ 2 കാര്യം മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. നീ പറയില്ലേ, നീ എപ്പോഴും ഓർക്കുന്നതും എന്നാൽ നിന്റെ ഓർമ്മകളിൽ പോലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കണ്ണേട്ടനെന്ന്. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു കാലത്ത് കണ്ണേട്ടൻ എന്ന വ്യക്തി നിന്റെ പ്രാണനായിരുന്നു എന്ന്. എന്നാലും ചോദിക്കുക, എന്താണ് ലച്ചു നിന്റെ പ്രശ്നം? നിന്റെ വീട്ടുകാരെയും നിന്റെ പ്രാണനായ കണ്ണേട്ടനെയും ഒഴിവാക്കി എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അനു ചോദിച്ചത് കേട്ട് ലച്ചു ഒരു നിമിഷം അവളെ വീട്ടുകാരെയും കണ്ണേട്ടനെയും ഒന്ന് ഓർത്തുപോയി. ശരിയാ അനു നീ പറഞ്ഞത്. എൻ്റെ ജീവനായിരുന്നു എൻ്റെ വീട്ടുകാരും പിന്നെ കണ്ണേട്ടനും. പക്ഷേ എൻ്റെ പ്രണയത്തിൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി അനു. അത് പറയുമ്പോൾ അവളുടെ വേദന അനുവിന് മനസ്സിലായിരുന്നു. ഞാൻ പറയാം അനു, എല്ലാം ഞാൻ പറയാം. അങ്ങനെ ലച്ചു പറഞ്ഞു തുടങ്ങി. അത്രയും ആഴത്തിൽ പ്രണയിച്ച അവളുടെയും കണ്ണേട്ടൻ്റെയും പ്രണയം. ഞാൻ കണ്ണേട്ടനെ എൻ്റെ ചെറുപ്പത്തിൽ കാണാൻ തുടങ്ങിയതാണ്. എൻ്റെ ഏട്ടൻ്റെ LKG മുതലുള്ള സൗഹൃദമാണ് കണ്ണേട്ടൻ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് ഞാനും പോവാറുണ്ട്. കണ്ണേട്ടനൊരു അനിയത്തിയും ഒരു അനിയനുമാണുള്ളത്. അനിയത്തിയും ഞാനും ഫ്രണ്ട്സാണ്. അപ്പോൾ അവളെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവും. പക്ഷേ കണ്ണേട്ടനെ കാണാനാണ് പോകുന്നതെന്ന് എനിക്കും അവൾക്കും അറിയാം. അർച്ചന എന്നാണ് അവളുടെ പേര്, ഞങ്ങളുടെ അച്ചു. ഞാൻ കണ്ണേട്ടനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആ ദിവസത്തിലേക്കൊന്ന് അവൾ പോയി. ആ നിമിഷം അവൾ രുദ്രപ്രസ്ഥം എന്ന രുദ്രൻ്റെ വീട്ടിലേക്ക് കയറി. വണ്ടിയിൽ നിന്നിറങ്ങി നേരെ അകത്തേക്ക് കയറി. ബീനാമേ, ബീനയെയും വിളിച്ചാണ് അവൾ കയറി വരുന്നത് തന്നെ. ഡീ, പെട്ടെന്നുള്ള ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടി. എന്താടോ, താൻ എന്നെ പേടിപ്പിക്കോ? രുദ്രൻ്റെ വിളിയിൽ ഞെട്ടിയ ലച്ചു ഞെട്ടൽ മാറ്റിക്കൊണ്ട് അവനോട് ചോദിച്ചു. ഡോ എന്നോ? ഏട്ടാ എന്ന് വിളിക്കടി. അതും പറഞ്ഞ് രുദ്രൻ അവളുടെ ചെവിയിൽ പിടിച്ചു. കണ്ണേട്ട പ്ലീസ്, ചെവിയിൽ നിന്ന് വിട്, എനിക്ക് വേദനിക്കുന്നു. ലച്ചു അവനോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇനി മേലാൽ എന്നെ എടോ പോടോ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. അത് പറഞ്ഞുകൊണ്ട് രുദ്രൻ ലച്ചുവിനെ ദേഷ്യത്തോടെ നോക്കി. അതിന് ലച്ചു വന്ന് ഇളിച്ചു കാണിച്ചു. അല്ല, നീ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എവിടെ അച്ചുവും ബീനാമയും? അവർ ഒരു കല്യാണത്തിന് പോയി. ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. നീ പോവാൻ നോക്ക്. രുദ്രൻ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ എന്നോട് അച്ചു പറഞ്ഞില്ലല്ലോ അവൾ പോകുന്ന കാര്യം. നിന്നോട് പറഞ്ഞിട്ട് അവൾക്ക് പോവാൻ പാടുള്ളോ? രുദ്രൻ ലച്ചുവിനെ നോക്കി ചോദിച്ചു. ഓ സോറി എൻ്റെ കണ്ണേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ എങ്ങനെ ഉദ്ദേശിച്ചായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഓ ഞാൻ പൊയ്ക്കോളാം. പോവാൻ തന്നെയാ വന്നത്, അല്ലാതെ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല. അവൾ രുദ്രനൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് അവൻ മൂളുക മാത്രം ചെയ്തു. കണ്ണേട്ടാ, ലച്ചു രുദ്രൻ്റെ അരികിൽ പോയിരുന്ന് വിളിച്ചു. എന്താടി? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. അവൻ താല്പര്യമില്ലാതെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കണ്ണേട്ടാ. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ണേട്ടനെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായി. ലച്ചു അവൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവളുടെ വാക്കുകൾ കേട്ട് അവൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. ലക്ഷ്മി! ആദ്യമായാണ് രുദ്രൻ അവളുടെ മുഴുവൻ പേര് വിളിക്കുന്നത്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള വിളി അവളും എഴുന്നേറ്റു. കണ്ണേട്ട, ഞാൻ... ലച്ചു എന്തോ പറയാൻ വന്നതും രുദ്രൻ്റെ കൈ ഉയർന്ന് താഴ്ന്നിരുന്നു. ലച്ചുവിന് ആ നിമിഷം കവൾ പറഞ്ഞു പോകുന്ന പോലെ തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണാലെ രുദ്രനെ ഒന്ന് നോക്കി മുഖം പൊത്തിക്കൊണ്ട് പുറത്തേക്ക് ഓടിയിരുന്നു അവൾ. ലച്ചു പോയതും രുദ്രൻ കൈച്ചുരുട്ടി ചുവരിലേക്ക് ഇടിച്ചു. ഛേ, അപ്പോഴത്തെ ദേഷ്യത്തിൽ അടിച്ചുപോയി. അവൾക്ക് വേദനിച്ചു കാണില്ലേ? അതും പറഞ്ഞ് രുദ്രൻ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. ഇതേ സമയം ലച്ചു നേരെ വീട്ടിലേക്ക് പോയി റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഒരുപാട് കരഞ്ഞു. എന്തിനാ കണ്ണേട്ടാ നിങ്ങൾ എന്നെ അടിച്ചത്? ഞാൻ കണ്ണേട്ടനെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. കണ്ണേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹിക്കാലോ. ഞാൻ കണ്ണേട്ടനെ ജീവന് തുല്യം സ്നേഹിച്ചതിനുള്ള ശിക്ഷയാണോ കണ്ണേട്ടൻ എനിക്ക് തന്നത്? എന്തായാലും ഒരുപാട് വേദനിച്ചു എനിക്ക്. അടികൊണ്ട് വേദനിച്ചതിനേക്കാളും എൻ്റെ ഹൃദയത്തിലാണ് വേദനിച്ചത്. അതും പറഞ്ഞവൾ കരഞ്ഞോണ്ടിരുന്നു. പിന്നെ ഈ പ്രശ്നത്തിനു ശേഷം ലച്ചുവും രുദ്രനും നേർക്കുനേർ കണ്ടിട്ടില്ല. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഇതിനിടയിൽ ലച്ചു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ അതിൻ്റെ റിസൾട്ട് വന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അന്ന് രുദ്രൻ അല്ലുവിനെ കൂട്ടാൻ വീട്ടിലേക്ക് വന്നത്. അന്നാണ് അവൻ്റെ നെഞ്ചിൽ തട്ടിയത്. അന്ന് രുദ്രൻ അവളെ വഴക്ക് പറഞ്ഞിരുന്നല്ലോ.
അങ്ങനെ അതും കഴിഞ്ഞ് 2 ആഴ്ച കടന്നുപോയി. അതിനിടയിൽ അവൾക്ക് ജോബ് കിട്ടിയെന്ന് ബാംഗ്ലൂരിൽ നിന്നും മെയിൽ വന്നിരുന്നു. പക്ഷേ അത്രയും ലോങ് ജോലി കിട്ടിയ അവിടെ നിൽക്കേണ്ടി വരുമെന്നതുകൊണ്ട് അവൾ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ജോബ് കിട്ടിയത് ആരോടും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രുദ്രൻ ലച്ചുവിന് ഒരു കല്യാണാലോചന കൊടുന്നത്. അല്ലുവും അച്ഛനും ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. ലച്ചു കുറെ എതിർത്തെങ്കിലും നടന്നില്ല. അവൾക്ക് ഈ കല്യാണാലോചനയെക്കുറിച്ച് രുദ്രനോട് തന്നെ നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ച് അവനെ കാണാൻ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവിടെയില്ല എന്നറിഞ്ഞു. ഗസ്റ്റ് ഹൗസിലാണെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പോയി. അവൻ്റെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് യാത്രയുള്ളൂ അങ്ങോട്ടേക്ക്. അവൾ അവിടെ എത്തി ബെല്ലടിച്ചു. വാതിൽ തുറന്ന രുദ്രൻ കാണുന്നത് അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ലച്ചുവിനെയാണ്. എന്തടിപ്പുല്ലേ നീ ഇവിടെ? അവൻ ദേഷ്യത്തോടെ അവളോട് അലറി. അവൻ ആ സമയം കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ലച്ചു അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവനെ മറികടന്ന് അകത്തേക്ക് കയറി. ഇറങ്ങിപ്പോടി പന്ന മോളെ, വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ. ഞാൻ കള്ളു കുടിച്ച് നിൽക്കുക. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിൽക്കുവാണ്. ഇറങ്ങി പോകുന്നുണ്ടോ നീ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. പിന്നെയും എന്തിനാ ലച്ചു എൻ്റെ പുറകെ ഇങ്ങനെ ശല്യമായി നടക്കുന്നത്? എനിക്കിഷ്ടമല്ല നിന്നെ. പോ ഇവിടെ നിന്നും, എൻ്റെ ജീവിതത്തിൽ നിന്നും. പ്ലീസ്, എനിക്ക് നിന്റെ കാരണം കൊണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക് നീ. ആദ്യം ദേഷ്യത്തോടെയും അവസാന സങ്കടത്തോടെയും രുദ്രൻ ലച്ചുവിനോടായി പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ലച്ചു ഒന്നും മിണ്ടാതെ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുവാണ്. രുദ്രേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലേ? എന്നോട് ഒരിക്കൽ പോലും പ്രണയം തോന്നിയിട്ടില്ലേ? അവൾ വേദനയോടെ രുദ്രനോടായി ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും പ്രണയിച്ചിട്ടില്ല. നിന്നെ എനിക്ക് വെറുപ്പാണ്. എൻ്റെ പുറകെ നടക്കുന്നതും എന്നെ കണ്ണേട്ട എന്ന് വിളിക്കുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. ആ പേര് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് എന്തായാലും നീയല്ല. എൻ്റെ പ്രണയം എന്നും അവളാണ്, ആമി, എൻ്റെ മാത്രം ആമി. നീ ഒന്ന് പോയി തരുമോ ഞങ്ങളുടെ ഇടയിൽ ഒരു ശല്യമായി നിൽക്കാതെ? പ്ലീസ് ലച്ചു, എനിക്ക് നിന്റെ കാരണം വെച്ച് എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനെ വേദനിപ്പിക്കാൻ വയ്യ. പ്ലീസ് ഒന്ന് പോ. അവൻ ലച്ചുവിനോട് പറയുമ്പോഴും രുദ്രൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് അവൾ കാണാതെ അവൻ തുടച്ചു. അവിടെ നിന്നും അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറിപ്പോയി. ലച്ചു അവൻ്റെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. സ്വബോധം വന്നതും അവൾ അവൻ പോയ വഴിയെ ഒന്ന് നോക്കി നിന്നു. കണ്ണേട്ട, നിങ്ങൾക്ക് എന്നെ ഇത്ര വെറുപ്പായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കണ്ണേട്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ വരില്ല. ഞാൻ ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു, എൻ്റെ ജീവനേക്കാളേറെ. എന്നോട് നിങ്ങൾ ഇറങ്ങി പോവാൻ പറഞ്ഞത്. ഞാൻ പോവാ, ഇനി ഞാൻ വരില്ല. നിങ്ങളും നിങ്ങളുടെ ആമിയും ഹാപ്പി ആയിട്ട് ജീവിക്കുക. നിങ്ങളെ മറക്കാനോ വെറുക്കാനോ എനിക്ക് കഴിയില്ല. എന്നാലും ഞാൻ മറക്കാൻ ശ്രമിക്കാം. അതുവരെ ഞാൻ ഇവിടെ ഈ നാട്ടിൽ ശരിയാവില്ല. കാരണം നിങ്ങളെ കാണുന്തോറും ഞാൻ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി അത് പാടില്ല. ഞാൻ പോവുക കണ്ണേട്ട. മുകളിലേക്ക് നോക്കി പറഞ്ഞ് കണ്ണുനീർ തുടച്ചുകൊണ്ട് ലച്ചു പുറത്തേക്ക് പോയി. എന്നാൽ അവൾ വണ്ടിയെടുത്ത് പോകുന്നത് മുകളിൽ ബാൽക്കണിയിൽ നിന്ന് രുദ്രൻ കാണുന്നുണ്ടായിരുന്നു. സോറി ലച്ചു, നിന്റെ അല്ലുവിനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം അവനായിരുന്നു എൻ്റെ മോശ സമയത്തും എനിക്ക് താങ്ങായി ഉണ്ടായിരുന്നത്. ആ സമയം അല്ലു ലച്ചുവിനെ കുറിച്ച് 2 ദിവസം മുമ്പ് രുദ്രനോട് പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. രുദ്ര, എന്താടാ അല്ലു? അത് രുദ്ര, എൻ്റെ ലച്ചുമോളെ നല്ലൊരു കൈകളിൽ ഏൽപ്പിക്കണം. അതുകൊണ്ട് അവൾക്ക് പറ്റിയ ചെക്കൻ നിന്റെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരണേ. നല്ല ചെക്കനാണെങ്കിൽ നമുക്ക് നോക്കാടാ. അവളെ കെട്ടിക്കണ്ടേ? ഒരു പുഞ്ചിരിയോടെ, ഒരു ഏട്ടൻ്റെ കടമയോടെ അല്ലു രുദ്രനോടായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളെ എനിക്ക് തന്നൂടെ? ഞാൻ പൊന്നുപോലെ നോക്കാം. അല്ലുവിനെ നോക്കി ഒരു കളിയോടെ രുദ്രൻ പറഞ്ഞു. ഒന്ന് പോടാ. എനിക്കറിയാം നീ അവളെ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നും പെങ്ങളെപ്പോലെയാ കാണുന്നതെന്നും. അതുകൊണ്ടല്ലേ എൻ്റെ വീട്ടിൽ നിനക്ക് എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യം ഞാനും എൻ്റെ അച്ഛനും അമ്മയും തന്നത്. അതുപോലെ അവൾക്കും നിന്റെ വീട്ടിൽ പോവാനുള്ള അനുവാദം കൊടുത്തത്. ഇനി അഥവാ നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയുന്നത് എന്നോടായിരിക്കും. കാരണം രക്തബന്ധത്തേക്കാൾ മുകളിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതല്ലേടാ നമ്മൾ. എന്നെ നീ ചതിക്കില്ല. നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാടാ. എന്തിനേറെ പറയുന്നു, എൻ്റെ പെങ്ങളേക്കാ എനിക്ക് നിന്നെയ വിശ്വാസം. അവൾ എന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ നീ തിരുത്തി കൊടുക്കുമെന്ന് എനിക്കറിയാടാ. രുദ്രൻ ആ നിമിഷം അല്ലു പറഞ്ഞത് ഓർത്തെടുത്തു. സോറി ആമി, നിന്നെ എനിക്ക് മറന്നേ പറ്റൂ. എനിക്കറിയില്ല അതിന് കഴിയുമോ എന്ന്. എന്നാലും എൻ്റെ അല്ലുവിന് വേണ്ടി ഞാൻ അതിന് ശ്രമിക്കും. നീയാണ് പെണ്ണേ എൻ്റെ ആമി. നിന്നെ ആദ്യമായി കണ്ടത് മുതൽ എനിക്കെന്തോ നിന്നെ വീണ്ടും കാണണമെന്ന് തോന്നും. നിന്നോട് സംസാരിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ അന്ന് നീ ചെറുതായിരുന്നല്ലോ. എന്നാലും നീ എൻ്റെ ആരൊക്കെയോ ആയിരുന്നു. ഇതുവരെ ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നു. ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. എൻ്റെ പ്രണയം എന്നും എൻ്റെ മാത്രമാണ്.
ആരും അറിയണ്ട. രുദ്രൻ വേദനയോടെ തൻ്റെ മനസ്സിലായി പറഞ്ഞു. എന്നാൽ ഇതേ സമയം ലച്ചു നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെത്തി ആരോടുമൊന്നും പറയാതെ റൂമിലേക്ക് കയറി വാതിലടച്ച് കുറേ കരഞ്ഞു, അവളുടെ വിഷമം മാറുന്നതുവരെ. പിന്നെ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി റൂമിലേക്ക് വന്നു. ആ നിമിഷം ലച്ചു എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവൾ താഴെ ചെന്നപ്പോൾ ഹാളിൽ എല്ലാവരും രാത്രിയിലെ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. അവളും ഇരുന്നു. അച്ഛാ, ലച്ചു അവളുടെ അച്ഛനെ വിളിച്ചു. എന്താ മോളെ? അതച്ഛാ, എനിക്ക് ചെന്നൈയിൽ ഒരു ജോബ് ശരിയായിട്ടുണ്ട്. ഞാൻ നാളെ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. അത് മോളെ, എന്നാ അല്ലവും മോളുടെ കൂടെ പോന്നോളൂ. അച്ഛയ്ക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അച്ഛ പോന്നേനെ. വേണ്ട അച്ഛാ, ഞാൻ തനിച്ചല്ല പോകുന്നത്, എൻ്റെ 2 ഫ്രണ്ട്സുമുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ പോയി വരാം. ലച്ചു, ഞാൻ പോരാം, നിങ്ങൾ തനിച്ച് പോവേണ്ട, അല്ലവും പറഞ്ഞു. എൻ്റെ ഏട്ടാ, ഞങ്ങൾ എന്താ ചെറിയ കുട്ടികളാണോ കൂടെ പോരാൻ? ഞങ്ങൾ പൊയ്ക്കോളാം. അങ്ങനെ അവളുടെ വീട്ടുകാർ മനസ്സില്ലാ മനസ്സോടെ അവൾക്ക് സമ്മതം മൂടി. പിറ്റേന്ന് രാവിലെ ലച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്തിരുന്നു. 2 ജോഡി ഡ്രസ്സും അവളുടെ ഹാൻഡ് ബാഗിൽ വെച്ചു. അവൾ താഴേക്ക് വന്നപ്പോൾ അല്ലവും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛൻ രാവിലെ തന്നെ അവളോട് പറഞ്ഞു പോയിരുന്നു. ലച്ചു നേരെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. പൊറുക്കണേ അമ്മേ, ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്നറിയാം, അത് അവൾ മനസ്സിലായി പറഞ്ഞു. അല്ലുവിനോടും പറഞ്ഞ് അവൾ ഇറങ്ങി. ലച്ചു, പുറകിൽ നിന്നും അല്ലുവിൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രുദ്രൻ കൊടുന്ന ആലോചനയില്ലേ, അത് ഞങ്ങൾ ഉറപ്പിച്ചു. നീ വന്നിട്ട് വേണം നിശ്ചയം നടത്താം, അല്ലു പുഞ്ചിരിയോടെ അവളോടായി പറഞ്ഞു. അതിന് മറുപടിയായി ഒരു വാടിയ പുഞ്ചിരി നൽകി അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് പൂജ കാറും കൊണ്ടുവന്നു. ലച്ചു അതിൽ കയറി തൻ്റെ വീട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി. അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എൻ്റെ സ്വർഗം വിട്ടാണ് ഞാൻ പോകുന്നതെന്ന് അവൾക്ക് തോന്നി. കണ്ണേട്ടനെ ഒന്ന് ഓർത്തെങ്കിലും പെട്ടെന്ന് തന്നെ ആ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് പോന്നു. കണ്ണേട്ടന് ആമിയാണ് ചേരുക, ഞാനല്ല. ഞാൻ പോയ കണ്ണേട്ടൻ ആമിയെ വിവാഹം കഴിച്ചോളും. ലച്ചു അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാറിൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഇല്ല, ഇനി ഞാൻ കരയില്ല, കരയാൻ പാടില്ല. ഉറച്ച തീരുമാനത്തോടെ അവൾ കണ്ണുനീർ തുടച്ച് ബോൾഡായിരിക്കാൻ ശ്രമിച്ചു. അവളുടെ ഫോണിൽ നിന്നും സിം അപ്പോൾ തന്നെ ഊരിയിട്ടിരുന്നു. പൂജ കൊടുത്ത പുതിയ സിം എടുത്ത് ഫോണിലേക്കിട്ടു. പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര അവിടെ നിന്ന് തുടങ്ങുമായിരുന്നു. ചെന്നൈയിൽ നിന്നാണ് ജോബെന്ന് അവൾ കള്ളം പറഞ്ഞതായിരുന്നു. ലച്ചു നേരെ ആ യാത്ര ബാംഗ്ലൂരിലേക്കാണ് തിരിച്ചത്. അവിടെ വലിയൊരു ഓഫീസിൽ തന്നെ അവൾക്ക് ജോബ് ശരിയായി. അങ്ങനെയാണ് അനു, എനിക്ക് നിന്നെ കിട്ടിയത്. ലച്ചു പറഞ്ഞു നിർത്തിയതും അനു അവളെ അത്ഭുതത്തോടെ നോക്കി. എന്താ അനു എന്നെ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ നോക്കാതെ, ഈ ഒരു ചെറിയൊരു കാര്യത്തിനാണോടി നിന്റെ അച്ഛനെയും അമ്മയെയും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഏട്ടനെയും വിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്? അത് കേട്ട് ലച്ചു ഒന്ന് പുഞ്ചിരിച്ചു. നിനക്കും കേൾക്കുന്നവർക്കൊക്കെ ഇത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ആ നിമിഷം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഞാൻ ഒരുപാട് പറഞ്ഞതാ ആ കല്യാണം വേണ്ട എന്ന്. അവർ അത് കേട്ടോ? ഇല്ലല്ലോ. എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നില്ല. എനിക്കും ഒരുപാട് വിഷമമുണ്ട്, അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കാണാൻ കൊതി തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാലുള്ള അവസ്ഥ, അത് എനിക്ക് ഓർക്കാൻ കൂടെ വയ്യടി. അങ്ങനെയല്ല ലച്ചു, നീ പോവണം. നിന്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിട്ടിട്ട് നീയാണ് ഒളിച്ചോടി പോകുന്നത്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോവണം. എന്നാലേ നീ ചെയ്തതിന് പ്രായശ്ചിത്തമാവൂ. അനു ലച്ചുവിനോടായി പറഞ്ഞു. എന്നാലും അനു, നീ ഒന്നും പറയണ്ട ലച്ചു. നാളെ നമ്മൾ പോവും നിന്റെ നാട്ടിലേക്ക്. നീയുമുണ്ടോ? ആടി, ഞാനുമുണ്ട്. എനിക്കും കാണണം അവരെല്ലാവരെയും, പ്രത്യേകിച്ച് നിന്റെ കണ്ണേട്ടനെ. ലച്ചുവിനെ ഇടം കണ്ണിട്ട് നോക്കിയാണ് അനു അത് പറഞ്ഞത്. അതിന് ലച്ചു വന്ന് അനുവിനെ കൂർപ്പിച്ചു നോക്കി. കണ്ണേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അനു. അതിനെന്താ, അപ്പോൾ ആമിയെയും കാണാലോ. അതിന് ലച്ചു മൂളുക മാത്രം ചെയ്തു. ലച്ചുവിനെന്തോ വല്ലാത്തൊരു പരവേഷം പോലെ തോന്നി. എങ്കിലും അവൾ ഒന്നും പറയാതെ പോയി കിടന്നു. അനുവിന് മനസ്സിലായി കണ്ണേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടാണെന്ന്. എന്നാലും അവൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അവർ 2 പേരും നാട്ടിലേക്ക് പുറപ്പെട്ടു. ലച്ചുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും അവൾ കൂളായി അനുവിൻ്റെ മുന്നിലിരുന്നു. വീടെത്താനായതും അവൾക്ക് സന്തോഷവും സങ്കടവും വരാൻ തുടങ്ങി. വീടിൻ്റെ മുറ്റത്ത് ടാക്സി നിർത്തിയതും 2 പേരും അതിൽ നിന്നിറങ്ങി പൈസ കൊടുത്തു. ലച്ചു വീടിൻ്റെ ചുറ്റുപാടും ഒന്ന് നോക്കി. വലിയ രീതിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അനു പോയി കോളിംഗ് ബെല്ലടിച്ചു. വെയിറ്റ് ചെയ്തു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ലച്ചുവിൻ്റെ ഹൃദയം ഉയർന്ന രീതിയിൽ മിടിക്കാൻ തുടങ്ങി. ഡോർ തുറന്നു വരുന്ന അമ്മയെ കണ്ട് ലച്ചു ഒരു നിമിഷം നോക്കി നിന്നു പോയി. മോളെ, അതും പറഞ്ഞ് കമല അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ എവിടെ ആയിരുന്നടി? ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നറിയോ നിനക്ക്? അവളുടെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് കമല പറഞ്ഞു. അമ്മേ, പൊറുക്കണം, അപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതും പറഞ്ഞ് ലച്ചുവും കരഞ്ഞു.
നിറഞ്ഞ പുഞ്ചിരിയോടെ അനു ഇതെല്ലാം നോക്കി നിന്നു. അവരുടെ പരാതിയും പരിഭവവും പറഞ്ഞു തീർത്തു. അപ്പോഴാണ് ലച്ചുവിന് അനുവിനെ ഓർമ്മ വന്നത്. അമ്മേ, ഇവളാണ് എൻ്റെ ഫ്രണ്ട്. ഇവളുടെ കൂടെയാ ഞാൻ ഇത്രയും കാലം നിന്നിരുന്നത്. ആ മോളെ, എന്താ പേര്? കമല ചോദിച്ചു. അരുണിമ. അനു എന്ന് വിളിക്കും. എന്നാ അകത്തേക്ക് കയറി വരൂ. അതും പറഞ്ഞ അമ്മ അകത്തേക്ക് കയറി. അപ്പോഴാണ് റൂമിൽ നിന്നും വരുന്ന അച്ഛനെ കണ്ടത്. അച്ഛാ. ലച്ചു ഓടിപ്പോയി അച്ഛൻ്റെ കാലിലേക്ക് വീണു. സോറി അച്ഛാ, തെറ്റാണ് ചെയ്തത്, എനിക്കറിയാം. വഴക്ക് പറയല്ലേ അച്ഛാ. ആ നിമിഷം അങ്ങനെ ചിന്തിച്ചു പോയി. നിങ്ങളാരും ഞാൻ പറഞ്ഞത് കേൾക്കാതായപ്പോൾ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു മാസം മാറി നിൽക്കണമെന്ന് കരുതി. അത് ഇവിടം വരെ എത്തി. പൊറുക്കണം അച്ഛാ. ഏയ് സാരമില്ല മോളെ. മോൾ എഴുന്നേൽക്ക്. ഞങ്ങൾക്കും തെറ്റുപറ്റി. മോളുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ മോളെ കുറേ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നെ അല്ലുവ പറഞ്ഞത് അവൾ പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന്. അങ്ങനെയാ തിരയിൽ നിർത്തിയത്. അതും പറഞ്ഞായ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ അനുവിനെ പരിചയപ്പെടുത്തി. ഇതുവരെയുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് ലച്ചു. അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി അല്ലു വരുന്നത്. അവനും അവരുടെ കൂടെ കഴിക്കാനിരുന്നു. പക്ഷേ ലച്ചുവിനോടൊന്ന് ചോദിച്ചില്ല, ഒന്ന് നോക്കിയതുപോലുമില്ല. മോനെ അല്ലു, ലച്ചു മോളെ കണ്ടില്ലേ നീ? ഏത് ലച്ചു? അവൻ എടുത്തടിച്ചതുപോലെ അമ്മയോട് ചോദിച്ചു. മോനെ. വേണ്ട അമ്മ. വീണ്ടും കമല എന്തോ പറയാൻ വന്നതും അല്ലു അമ്മയെ തടഞ്ഞു. അവൻ വേഗം എഴുന്നേറ്റ് പോയി കൈ വാഷ് ചെയ്തു. മുകളിലേക്ക് തന്നെ കയറിപ്പോയി. അത് കണ്ട് ലച്ചുവിന് ഒരുപാട് സങ്കടമായി. എൻ്റെ ഏട്ടന് ഒരുപാട് മാറിപ്പോയി എന്നവൾ മനസ്സിലായി ഓർത്തു. അല്ലു എഴുന്നേറ്റ് പോയതും ലച്ചുവിന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. അവൾ അവരെ എല്ലാവരെയും നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി എഴുന്നേറ്റു. വാഷ് ചെയ്ത് മുകളിലേക്ക് പോവാൻ നിന്നതും അച്ഛൻ പുറകിൽ നിന്നും വിളിച്ചു. മോളെ. ആ അച്ഛാ. ഇപ്പോൾ പോണോ അവൻ്റെ അടുത്തേക്ക്? അവൻ എന്തെങ്കിലും പറയും. അത് സാരമില്ല അച്ഛാ, അത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണല്ലോ. മങ്ങിയ മുഖത്തോടെ അച്ഛനോട് പറഞ്ഞുകൊണ്ട് ലച്ചു മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അല്ലുവിൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ ലച്ചു ഒരു നിമിഷം ഒന്ന് നിന്നു. ഒരു ദീർഘശ്വാസം വിട്ടു. അവൾ ഡോർ ഹാൻഡിൽ പിടിച്ച് താഴ്ത്തി. ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവിടെയൊന്നും അല്ലുവിനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. റൂമിൽ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് അവൾ ബാൽക്കണി ഡോർ തുറന്നിരിക്കുന്നത് കണ്ടത്. അവൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ റെയിലിങ്ങിൽ കൈവച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്ന അല്ലുവിനെയാണ് ലച്ചു കണ്ടത്. പിന്നെ ഒന്നും അവൾ നോക്കിയില്ല. പുറകിൽ കൂടെ അവനെ വട്ടം പിടിച്ചു. ഏട്ടാ എന്ന് വിളിച്ച് കരഞ്ഞോണ്ടിരുന്നു. കുറച്ചു നേരം അവൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ അവൻ തിരിഞ്ഞു നിന്ന് അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് എങ്ങനെ കഴിഞ്ഞു ലച്ചു? 2 വർഷം ഞങ്ങളെയൊക്കെ വിട്ട് അകന്നു നിൽക്കാൻ? ഞാൻ നിനക്ക് എന്നോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? പിന്നെ എന്തേ നീ ഒന്നും പറയാതെ ഒളിച്ചോടി പോയത്? ഞാൻ എത്ര വിഷമിച്ചിരുന്ന് നിനക്കറിയുമോ? എത്ര നിന്നെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. പിന്നെ എനിക്ക് തോന്നി നീ ഞങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന്. അങ്ങനെയാണ് അന്വേഷണം നിർത്തിയത്. എന്നാലും നിനക്ക് രുദ്രനോടുള്ള പ്രണയം നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ സമ്മതിക്കുമായിരുന്നല്ലോ. എൻ്റെ ചങ്കല്ലേ അവൻ. അവൻ എൻ്റെ പെങ്ങളെ കെട്ടുക എന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലു ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ അവളോടായി പറഞ്ഞു. എന്നാൽ രുദ്രനെ ഇഷ്ടമായിരുന്നു എന്നത് അല്ലു അറിഞ്ഞ ഞെട്ടലിലായിരുന്നു ലച്ചു. അവൾ അവനെ മിഴിച്ചു നോക്കി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അല്ലു പറഞ്ഞു. നീ നോക്കണ്ട. നീ പോയതിനു ശേഷം എല്ലാം എന്നോട് രുദ്രൻ പറഞ്ഞിരുന്നു. അവനുള്ളത് ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. നിനക്കും ഒന്ന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് കഴിയില്ല. അത് നിനക്ക് കിട്ടേണ്ട ആളടുത്തു നിന്ന് കിട്ടിക്കോളും. അല്ലു അവസാനം പറഞ്ഞത് ലച്ചുവിന് മനസ്സിലായില്ല എങ്കിലും അവൾ ഒന്നും ചോദിക്കാൻ പോയില്ല. ഏട്ടാ സോറി. ലച്ചു അത് പറഞ്ഞ് അവനെ ഇറുക്കെ പുണർന്നു. അല്ലു ഒന്ന് ചിന്തിച്ചു നിന്നെങ്കിലും തിരികെ അവനും പുണർന്നു. ലച്ചു മോളെ, നീ പഠിപ്പുള്ള കുട്ടിയല്ലേ. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. ഒരാൾക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ച് നാട് വിട്ടു പോവുകയല്ല വേണ്ടത്. നിന്നെ ഇഷ്ടമല്ലാത്തവരെ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ നീ ഒന്ന് ഓർക്കണം, നിന്നെ സ്നേഹിക്കുന്നവർ ഉണ്ട് നിന്റെ ചുറ്റിനും. അത് നീ കാണാതെ പോവരുത്. ഇല്ല ഏട്ടാ, അന്നങ്ങനെ പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. ഞാൻ ഹാപ്പിയായി ജീവിക്കും. അതും പറഞ്ഞ് ലച്ചു അല്ലുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അല്ലുവിൻ്റെ നെഞ്ചിൽ ഇറ്റു വീണു. സാരല്ലടാ, പോട്ടെ. ഏട്ടൻ്റെ കുട്ടി ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ജീവിച്ചു കാണിക്കണം. ഇഷ്ടമില്ലാത്തവരോട് പോവാൻ പറ. അവരുടെ മുന്നിലൂടെ തന്നെ ഹാപ്പിയായി നടക്കണം. എൻ്റെ മോളെ കിട്ടാത്തത് അവന് നഷ്ടമായി എന്ന് തോന്നണം. അവിടെയാണ് ജയിക്കുക. അല്ലാതെ അവനെ പേടിച്ച് ഒളിച്ചോടി പോവുകയല്ല വേണ്ടത്. ബോൾഡ് ആവണം. ഓക്കെ? ഏട്ടാ. അതും പറഞ്ഞവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ദിവസങ്ങൾ ഓടിമറിഞ്ഞു.
ലച്ചു വന്നിട്ടിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഇതിനിടയിൽ അനു ആ വീട്ടിലെ ഒരംഗമായി. അല്ലു അനുവിനെ കൂടുതൽ അറിഞ്ഞു. അവൻക്ക് അനുവിലൊരു കണ്ണുണ്ടെന്ന് അത് കറക്റ്റായി ലച്ചു കണ്ടുപിടിക്കുകയും ചെയ്തു. അവൾ അവനെ കിട്ടുമ്പോഴെല്ലാം അത് പറഞ്ഞ് കളിയാക്കും. അല്ലുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അനുവിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവരുടെ മനസ്സിലുമുണ്ടായിരുന്നു അനുവിനെ മരുമകളാക്കാൻ. അല്ലുവിനും സമ്മതമാണെന്നറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പിയായി. അനുവിനോട് ലച്ചു അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾക്കും എതിർപ്പില്ല. അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അവരിപ്പോൾ പുറത്തായതുകൊണ്ട് വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലുവിൻ്റെയും അനുവിൻ്റെയും കാര്യം സെറ്റായി. എന്നാൽ ഇതിനിടയിൽ ഒരിക്കൽ പോലും രുദ്രനെ കുറിച്ചുള്ള സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. അവനെ ലച്ചു ഒന്ന് കണ്ടിട്ടു പോലുമില്ല. അവനെ കാണണമെന്നുണ്ടെങ്കിലും അവൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയതൊന്നുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാവരും ഫുഡ് കഴിച്ചിരുന്നപ്പോഴാണ് അല്ലു ആ കാര്യം പറയുന്നത്. ലച്ചുവിന് ഒരു കല്യാണാലോചന. ലച്ചുവിനോട് 2 ദിവസം മുന്നേ സമ്മതമാണോ എന്ന് അല്ലു ചോദിച്ചിരുന്നു. ലച്ചു അതിന് സമ്മതം അറിയിക്കുകയും ചെയ്തു. മോളെ ലച്ചു, അവർ നാളെ വന്ന് കണ്ടോട്ടെ അല്ലേ? മോളെ അവർ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടമായതാണ്. ഇനി അവർ നാളെ വന്നോട്ടെ, എന്നാലല്ലേ മോൾക്ക് ചെക്കനെ കാണാൻ പറ്റുകയുള്ളൂ. അത് വേണ്ടേട്ടാ, കല്യാണം ഉറപ്പിച്ചോ. ചെക്കനെ എനിക്ക് കാണണ്ട. ഏട്ടനും അച്ഛനും തീരുമാനിച്ചോ. എനിക്ക് സമ്മതമാണ്. അതും പറഞ്ഞവൾ എഴുന്നേറ്റ് പോയി. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. അനു അല്ലുവിനെ നോക്കി തംസപ്പ് കാണിച്ചു. അല്ലു തിരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ചെക്കനെ കാണണ്ട എന്ന് ലച്ചു പറഞ്ഞതുകൊണ്ട് അടുത്ത മുഹൂർത്തം നോക്കി കല്യാണം ഉറപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ കല്യാണ ഡ്രസ്സ് എടുക്കലും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞു. അന്ന് ചെക്കന് ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ ഡ്രസ്സ് എടുക്കാൻ ചെക്കൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നും ചെക്കനെ കാണാൻ ലച്ചുവിന് കഴിഞ്ഞില്ല. ലച്ചുവിൻ്റെ ഫോണിലേക്ക് ഒരു ദിവസം അവൻ വിളിച്ചിരുന്നു. പക്ഷേ ലച്ചു ഫോൺ എടുത്തതും ഒന്നും പറയാതെ കട്ട് ചെയ്തു. പിന്നെ അവൻ വിളിച്ചതുമില്ല. വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഇന്നാണ് ലച്ചുവിൻ്റെ വിവാഹം. അമ്പലത്തിൽ നിന്ന് താലികെട്ട് ചെറിയ രീതിയിലാണ് കല്യാണം നടത്തുന്നത്. അങ്ങനെ സർവാഭരണ വിഭൂഷിതയായി അമ്പലനടയിൽ നിൽക്കുമ്പോൾ ലച്ചുവിൻ്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എവിടെയോ ഒരു വേദന അവളെ അലട്ടിക്കൊണ്ടിരുന്നു. എന്തിനാ കണ്ണേട്ടാ എന്നെ വേണ്ട എന്ന് പറഞ്ഞത്? എനിക്ക് നിങ്ങളെ ജീവനായിരുന്നില്ലേ? സാരല്ല, ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കഴിയാഞ്ഞിട്ടാണ്. എന്നാലും ഇനി നിങ്ങളെ ഞാൻ ഓർക്കില്ല. അതും മനസ്സിൽ പറഞ്ഞവൾ കണ്ണടച്ചു നിന്നു. താലി കെട്ടിക്കോളൂ എന്ന പൂജാരിയുടെ വാക്കുകളിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും കണ്ണു തുറന്നതേയില്ല. എന്നാൽ ആ സമയം അവൾക്ക് പരിചിതമായ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് അവളുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി. അപ്പോഴാണ് അവളുടെ കഴുത്തിലൂടെ ഇഴയുന്ന കൈകളെ അവൾ അറിയുന്നത്. അവൾ അപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു, കണ്ണേട്ടനെ മറക്കാൻ കഴിയണേ എന്ന്. താലി കെട്ടി കഴിഞ്ഞതും അവൾ കണ്ണു തുറക്കാതെ നിൽക്കുന്നത് കണ്ട് അവളുടെ ചെക്കൻ ചെവിയോരം വന്നു വിളിച്ചു, ആമി. അത് കേട്ടതും ലച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. മുന്നിലേക്ക് നോക്കിയതും കണ്ടു വെള്ള ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന രുദ്രനെ. ലച്ചു വിശ്വാസം വരാത്തതുപോലെ നോക്കി നിന്നു. എങ്ങനെയുണ്ട് ലച്ചു എൻ്റെ സർപ്രൈസ്? അപ്പോഴാണ് അല്ലു അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞത്. അവൾക്കപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കുമായിരുന്നു. ഒന്നും അവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചില്ല. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ലച്ചു പോവാൻ സമയമായതും അവൾ അച്ഛനെയും അമ്മയെയും പിടിച്ചു കരഞ്ഞു. അല്ലുവിൻ്റെ അടുത്തെത്തിയതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ഏട്ടാ, ലവ് യു. ലവ് യു ടു ഡിയർ. അതും പറഞ്ഞവൻ രുദ്രൻ്റെ കൈകളിൽ ലച്ചുവിനെ ഏൽപ്പിച്ചു. രുദ്ര, എൻ്റെ മോളെ നോക്കണേ. കുറച്ച് കുറുമ്പുണ്ട് കയ്യിൽ, അതിനുള്ള ശിക്ഷ നീ കൊടുത്തോ. പക്ഷേ അവളെ ഒരുപാട് വേദനിപ്പിക്കരുത്. പുഞ്ചിരിയോടെ അല്ലു രുദ്രനോടായി പറഞ്ഞു. ഞാൻ ആലോചിക്കട്ടെ അളിയോ. അതും പറഞ്ഞ് രുദ്രൻ അവളെയും കൊണ്ട് കാറിൽ കയറി. അപ്പോഴും ലച്ചു ഒരു സ്വപ്നലോകത്തെന്നതുപോലെയായിരുന്നു ഇരുന്നത്. വീട്ടിലെത്തി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ലച്ചു ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷായി വന്നു. പക്ഷെ വന്നിട്ട് ഇതുവരെയായിട്ടും രുദ്രൻ അവളെ മൈൻഡ് ചെയ്തില്ല. അത് അവളിൽ സങ്കടവും ദേഷ്യവും ഉണ്ടാക്കി. ഇതുവരെയായിട്ടും അച്ചുവും മിണ്ടിയിട്ടില്ലായിരുന്നു അവളോട്. ലച്ചു താഴേക്കിറങ്ങി ചെന്നപ്പോൾ ഉണ്ട് അച്ചു TV കണ്ടിരിക്കുന്നു. അച്ചു. ലച്ചു അച്ചുവിൻ്റെ അരികിൽ പോയി വിളിച്ചു. ആദ്യം അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ വീണ്ടും വിളിച്ചപ്പോൾ അവൾ ലച്ചുവിനെ ഒന്ന് നോക്കി. സോറി അച്ചു, അവളോടായി ലച്ചു പറഞ്ഞു. നീ പോടി കോപ്പേ. അതും പറഞ്ഞ് അച്ചു അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ ഒരു സംസാരമായിരുന്നു. ഇത്രയും കാലം കഴിഞ്ഞതൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ ചിരിയായി അടിയായി. ലച്ചുവിന് സമയം പോയത് അറിഞ്ഞതേയില്ല. ഇതിനിടയിൽ രാത്രിയിലെ ഫുഡും കഴിച്ചു. അപ്പോഴും രുദ്രൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. മോളെ. അപ്പോഴാണ് പുറകിൽ നിന്നും അമ്മയുടെ വിളി വന്നത്. മോള് പോയി കിടന്നോ, സമയം കുറേ ആയില്ലേ. അവളുടെ കയ്യിൽ പാൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു. ഡി അച്ചു, ഏട്ടത്തിയെ ഏട്ടൻ്റെ റൂമിലാക്കി കൊടുത്തു വാ. അതും പറഞ്ഞ് അമ്മ അവിടെ നിന്നു പോയി. അച്ചുവും ലച്ചുവും മുകളിലേക്ക് നടന്നു.
ആ സമയം ലച്ചുവിന് എന്തെന്നില്ലാത്തൊരു പരവേശമൊക്കെ ഉണ്ടായിരുന്നു. രുദ്രന്റെ റൂമിന് മുന്നിലെത്തിയതും അച്ചു ഒന്ന് നിന്നു. അപ്പോൾ ഏട്ടത്തി, ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. അതും പറഞ്ഞവൾ താഴേക്കൊരൊറ്റ ഓട്ടമായിരുന്നു. ലച്ചു അതുകൊണ്ടൊന്ന് നോക്കി നിന്നു. പിന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. രുദ്രൻ ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയതും ലച്ചു വന്നതും ഒരുമിച്ചായിരുന്നു. അവളൊന്ന് ഞെട്ടി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവനൊരു ട്രാക്ക് പാൻറ് മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവൾ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് രുദ്രനൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ അടുത്തേക്ക് രുദ്രൻ വന്ന് ചെവിയോരം പറഞ്ഞു, നീ ഒളിച്ചോടും അല്ലേ ആമി? അതിനുള്ള ശിക്ഷ വേണ്ട നിനക്ക്. രുദ്രൻ പറഞ്ഞതും ലച്ചു ഒന്നും മിണ്ടിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ തിരിച്ചു നിർത്തി അവളുടെ ഇളം റോസ് നിറത്തിലുള്ള അതിരത്തിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. അവൻ്റെ ദേഷ്യവും പ്രണയവുമെല്ലാം ആ ഒരൊറ്റ ചുംബനത്തിലുണ്ടായിരുന്നു. അവളുടെ അതിരത്തെ അവൻ കടിച്ചു നുണഞ്ഞു. അവൾ കുതറുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ്റെ ബലിഷ്ഠമായ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടായിരുന്നില്ല. വായിൽ രക്തത്തിൻ്റെ ചുവ അറിഞ്ഞതും രുദ്രൻ മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്നും അകന്നു മാറി. ആ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൾ ദേഷ്യത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി. നിന്നെ എനിക്കൊന്ന് തരാൻ കഴിയാഞ്ഞിട്ടല്ല, പിന്നെ നമ്മുടെ ആദ്യ രാത്രി തന്നെ അടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. നിനക്കെന്നെ വിട്ടു പോണം അല്ലടി പുല്ലേ. അവളുടെ കവിളിൽ പിടിച്ച് ദേഷ്യത്തോടെ രുദ്രൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി. എന്നെ വേണ്ടാന്ന് പറഞ്ഞത് കണ്ണേട്ടനല്ലേ, ഞാനല്ലല്ലോ. എന്നോട് പോവാൻ പറഞ്ഞതും നിങ്ങളല്ലേ. നിങ്ങൾക്ക് ആമിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. അവളും അവന് നേരെ ചേറി. അതെടി കോപ്പേ, എനിക്കെൻ്റെ ആമിയുണ്ട്. അവൾ എൻ്റെ ജീവനാ, എൻ്റെ പ്രാണനാണ്. പക്ഷേ അവിടെ അല്ലുവുമായുള്ള സൗഹൃദം വന്നപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. അതിന് നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? രുദ്രൻ ദേഷ്യത്തോടെ ലച്ചുവിനോടായി പറഞ്ഞു. അതെനിക്ക് അപ്പോൾ അങ്ങനെയാ തോന്നിയത്. ലച്ചു തല താഴ്ത്തി പറഞ്ഞു. സോറി കണ്ണേട്ടാ, നിങ്ങൾ വേറെ പെണ്ണിനെയാണ് സ്നേഹിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അങ്ങനെ പറ്റിപ്പോയതാണ്. സോറി ആമി, എനിക്കും തെറ്റുപറ്റി. നിനക്ക് അത്രയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് ചിന്തിക്കാതെ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. എനിക്കെന്നും നീയാണ് പെണ്ണെ, എൻ്റെ പ്രണയം, എൻ്റെ ജീവൻ. അതും പറഞ്ഞ രുദ്രൻ അവളെ ഇറുക്കെ പുണർന്നു. ഐ ലവ് യു ആമി. ലവ് യു ടു കണ്ണേട്ടാ. അവളും തിരിച്ച് അവനെ പുണർന്നു. ഞാൻ കുറേയായിട്ട് സ്വപ്നം കാണുന്നൊരു രാത്രിയാണ് ആമി ഇന്ന്. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. അതും പറഞ്ഞ രുദ്രൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ നെറ്റിയിൽ നിന്നും അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ അധരങ്ങൾ ആഴ്ന്നു. ലച്ചു ഒന്ന് പിടഞ്ഞു പോയിരുന്നു. അവിടെ നിന്നും താഴോട്ട് നീങ്ങിയതും അവളൊന്ന് വിറച്ചു. മാറിലേക്കെത്തിയതും അവളുടെ ടോപ്പിനെ അവൻ അഴിച്ചെടുത്തു. അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അവിടെ അവൻ്റെ പല്ലും നാവും കുസൃതി കാണിച്ചുകൊണ്ടേയിരുന്നു. മാറിനെ കടിച്ചു നുടഞ്ഞ് അവളെ തളർത്തിക്കൊണ്ടിരുന്നു. അവിടെ നിന്നും അവളുടെ പൊക്കിൾ ചുഴിയിൽ അവൻ്റെ അധരങ്ങൾ ആഴ്ന്നിറങ്ങിയതും കണ്ണേട്ടാ, ലച്ചു അറിയാതെ വിളിച്ചു പോയിരുന്നു. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ നാഭിച്ചുഴിയുടെ ആഴം അളന്നുകൊണ്ടിരുന്നു. ആ സമയമെല്ലാം ലച്ചുവിൻ്റെ മൂളലുകൾ ആ റൂമിൽ നിറഞ്ഞിരുന്നു. അവൻ വീണ്ടും വീണ്ടും അവിടെ നുണഞ്ഞുകൊണ്ട് തന്നെ ഒരു കൈകൊണ്ട് മാറിനെ ഞെരിച്ചോണ്ടിരുന്നു. അവിടെ നിന്നും മുകളിലേക്ക് നീങ്ങി അവളുടെ ചുണ്ടിനെ വീണ്ടും കവർന്നെടുത്ത് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കണ്ണേട്ടാ, വേദനയോടെ ലച്ചു വിളിച്ചുപോയി. അവൻ പതിയെ പതിയെ അവളിലെ പെണ്ണിനെ അറിഞ്ഞു തുടങ്ങി. എത്ര അറിഞ്ഞിട്ടും മതിവരാത്തതുപോലെ അവൻ ആവേശത്തോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞതും അവളിലെ വേദന മാറി മറ്റെന്തോ വികാരം നിറഞ്ഞു. അവളും അവനിൽ അലിഞ്ഞു ചേർന്നു. അവളിലേക്ക് കൂടുതൽ അവനെ അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിനെ അവൾ നുണഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം അവനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളുടെ മൃദുവായ ചുണ്ടിൻ്റെ മാധുര്യത്തിൽ അവൻ അലിഞ്ഞു ചേർന്നു. അവളുടെ ചുംബനം അവനെ കൂടുതൽ ആവേശമാണ് ഉണ്ടാക്കിയത്. അവൻ സ്പീഡിൽ തന്നെ അവളിലേക്ക് ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു. കണ്ണേട്ടാ. ആമി, മതിയാവുന്നില്ല പെണ്ണെ. എന്തൊരു മൃദുലതയാണ് ആമി നിന്റെ ശരീരത്തിന്. എത്ര ആഴ്ന്നിറങ്ങിയിട്ടും മതിവരാത്തതുപോലെ. അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി. രുചിച്ചുകൊണ്ട് തന്നെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കുറച്ചു സമയത്തിനു ശേഷം ഒരു കിതപ്പോടെ ബെഡിലേക്ക് തളർന്നു കിടന്നു. അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ആമി, വേദനിച്ചോ നിനക്ക്? ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. രുദ്രൻ അവളുടെ നെറ്റിയിൽ അത്രയും സ്നേഹത്തോടെ അധരങ്ങൾ പതിപ്പിച്ചു. ആമി, നീ പോയതിൽ പിന്നെ ഞാൻ എന്തോരം വേദനിച്ചു എന്നറിയുമോ? ഓഫീസിൽ പോവാതെയായി, അല്ലുവിനോട് പോലും മിണ്ടാതെയായി. അങ്ങനെ ഇരിക്കെയാണ് അല്ലു എന്നെ തിരഞ്ഞ് വീട്ടിലേക്ക് വന്നത്. അന്ന് എല്ലാം ഞാൻ അവനോട് പറഞ്ഞു. എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും നിനക്ക് എന്നോടുള്ളതും. അന്ന് അവൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, ഞാൻ അവനോട് തുറന്നു പറയാത്തതിന്. പിന്നെ അവൻ എന്നെ സമാധാനാക്കിയാണ് ഇവിടെ നിന്നും തിരിച്ചു പോയത്. അവൾ വരും, വന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്റെ വരവിനായി. ഇപ്പോൾ ഇതാ എൻ്റെ നെഞ്ചിൽ എൻ്റെ കൈകൊണ്ട് കെട്ടിയ താലിയും അണിഞ്ഞു കിടക്കുന്നു. എൻ്റെ മാത്രം ആമിയായി. നിന്നെ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ പ്രണയിച്ചത്, ഞാൻ മോഹിച്ചത്. എല്ലാം നിന്നെയാണ്.
എൻ്റെ കൂടെ എന്നും ഒരു താങ്ങായി തണലായി നീ വേണം മാമി. അതും പറഞ്ഞ് രുദ്രൻ അവളെ പൊതിഞ്ഞു പിടിച്ചു.